നമസ്കാരം, പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറിയേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടൻ കറിയാണ്, ഒരു മത്തിപ്പീര. സാധാരണ നിങ്ങൾ പല നാട്ടിലും പല രീതിയിലാണ് മത്തിപ്പീര വയ്ക്കുന്നത്. സാധാരണ ചില നാട്ടിൽ വെളുത്തുള്ളി ചേർക്കാറില്ല, ചിലർ എന്താ പറയണേ ഉള്ളി ചേർക്കാറില്ല, ചിലർ പച്ചമുളക് ചേർക്കുന്നവരുണ്ട്, ഉണക്കമുളക് ചേർക്കുന്നവരുണ്ട്. ഞാനിത് വയ്ക്കുന്നത് വെച്ചാൽ കാന്താരിയാണ് ചേർക്കുന്നത്. ഞാൻ തനി പാലാ കോട്ടയംകാരി ആയതുകൊണ്ട് ഇങ്ങോട്ട് കാന്താരിക്ക് ക്ഷാമമില്ല. പക്ഷെ അതല്ല, കാന്താരി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മത്തിപ്പീരയ്ക്ക്. അത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മാത്രം പോരാ, എന്നെ കാണുമ്പം പറയണം. മത്തിപ്പീര കാന്താരി ഇട്ട് വെച്ച് നോക്കിക്കെന്ന് പറയാൻ കാര്യം, നിങ്ങളിനെല്ലാം കാണുമ്പോൾ പറയും ഞങ്ങൾ മര്യാദയ്ക്കൊരു മത്തിപ്പീര വെച്ചോണ്ടത് ആൾക്കാർ. ആ പൊന്നമ്മ ചേച്ചി ഉക്രൂഷായി വന്നിട്ട് പറഞ്ഞു കാന്താരി വെച്ചിട്ട് ഒരു മത്തിപ്പീര ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കിയപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ച് കൊള്ളത്തില്ലായിരുന്നു, പിന്നെ എന്നാ സൂപ്പറാന്നേ നിങ്ങളെന്നെ പറയൂ എൻ്റെ അടുത്ത്. അപ്പം ഒരിക്കലും മോശമാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വരുന്നത്. എൻ്റെ കറികൾക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഞാനാ, വേറെ ആരുമല്ല. എൻ്റെ ഈ കറിയുടെ മോഡലും പരസ്യക്കാരിയൊക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ കറിക്ക് ഞാൻ എപ്പോഴും ഗ്യാരണ്ടിയാണ്, 916 ഗ്യാരണ്ടി. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ. അപ്പോഴേ ഇന്ന് അത് ചേർക്കുക ഇത് ചേർക്കുക എന്നൊന്നും ഞാൻ ഒരു എപ്പിസോഡും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഈ എപ്പിസോഡുകളിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റൗവൊന്നും കത്തിക്കുന്നില്ല. നമ്മളിത് ചട്ടി എടുത്ത് വെച്ച്, സാധാരണ നമ്മൾ മത്തി ഫിഷ് മീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചട്ടിക്കകത്ത് വെക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി. സാധാരണ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിക്കുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള മൺചട്ടി കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഗുണവും അത് നല്ലൊരു രസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ട മുന്നെടുത്തു. ചെറിയ മത്തിയായത് ഇത് ഞാൻ മൂന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിനാദ്യമേ അങ്ങനെ ഇങ്ങോട്ട് ഇട്ടു. മത്തിയുള്ള സമയങ്ങളിലാണ് ചെറിയതിനകത്ത് ഏറ്റവും നല്ലത്. വലിയ മത്തിയൊക്കെയാണെങ്കിൽ ഒരു 6-7 കഷ്ണമാക്കാം. മത്തിപ്പേരിക്ക് എപ്പോഴും കഷ്ണം ചെറുതാണ് നല്ലത്. പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ല ഈ മത്തിയുടെ സീസണിൻ്റെ സമയങ്ങൾ നമുക്ക് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനും കുരുമുളകിലൊക്കെ വറുത്ത് കൊടുത്താൽ പിള്ളേർക്ക് ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം എന്നായിട്ട് മത്തി വെട്ടി കഴുകി ചെറുതായിട്ട് കഷ്ണിച്ച് ചട്ടിക്കകത്തിട്ടു. ഇനി ഞാൻ ചേർക്കാമെന്ന് വെച്ചാൽ ഇത് കണ്ട ഉള്ളി, ചുവന്നുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക. നമുക്ക് എന്തുമാത്രം സാധനമാണോ ഒരു സാധനത്തിന് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ചില ആൾക്കാർ പറയും മത്തി വെക്കാൻ നേരത്തെ ഉള്ളി കൂടുതൽ വേണ്ടവരുണ്ടാവും, കുറവ് വേണ്ടവരുണ്ടാവും. ഞാൻ എന്നാ കാണിക്കും, എനിക്ക് ഇത്തിരി ഇതിനനുസരിച്ച് ഉള്ളി എനിക്ക് വേണം. അപ്പോൾ അതനുസരിച്ച് ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല ഇട്ടില്ല, അത്ര മത്തിയല്ലേ ഉള്ളൂ. ഒത്തിരി ഇട്ടാലും ഉള്ളി മധുരിക്കും. ഇട്ടു. വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാന്താരി മാത്രമാണ് പ്രത്യേകത. സാധാരണ നമ്മൾ കുടംപുളി ഇട്ട് വയ്ക്കും മത്തിപ്പീര. ഇത് ഞാൻ കുടംപുളിയല്ല, നല്ല മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. അതാണിത്, ചുമന്ന കളറിൽ. ഞാൻ തന്നെ ആലോചിച്ചു ഈ മഞ്ഞ കളറിൽ വെച്ചിരിക്കുന്നത് എന്തുവാന്ന്. കാരണം ഞാനൊരു ഡിഫറൻറ്റ് മത്തിക്കറി വെക്കാനുള്ള പരിപാടി നോക്കിയതാണ്. പിന്നെ അയ്യോ അത് മാങ്ങയാണല്ലോ എന്ന് ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ മാങ്ങ ഇട്ടു. കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഒരുമിച്ച് എടുത്തിട്ടു. ഇത് ഞാൻ ഇഞ്ചി ഇട്ടു, അതിന് ബാലൻസാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ, മഞ്ഞൾ, കാന്താരി, ഇത്രയും സാധനം ഇതിനകത്തുണ്ട്. നമ്മൾ ഒതുക്കിയിരിക്കുക, മിക്സിയിലിട്ടൊന്ന് ഒതുക്കി, അത് ഞാനകത്തിട്ടു. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പുകളിടുമ്പോൾ ആദ്യമേ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കുറഞ്ഞാലും നമുക്കിടാം, കൂടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ മനസ്സിലായോ? മത്തി ഇട്ടു, ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഇട്ടു, മാങ്ങ ഇട്ടു, തേങ്ങയും മഞ്ഞളും കാന്താരിയും കൂടെ ഒതുക്കിയിട്ട് അതും കൂടി ചേർത്തു, ഉപ്പ് ഇട്ടു. അങ്ങനെ മൊത്തം ഇളക്കിയപ്പോൾ നമ്മളിത് മത്തിപ്പീരയാകുമ്പോൾ എന്നാ ചെയ്യണം, നമുക്കധികം വെള്ളം വേണ്ട. ഇതെല്ലാം ഒന്ന് വേവാനുള്ള വെള്ളം കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാൻ. നല്ല വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിതിൻ്റെ ലാസ്റ്റ് പറ്റി വരുമ്പം
നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇതിന്. എരിവുള്ളൊരു എരിവ് അസുഖങ്ങളൊക്കെ കണക്കാക്കി അതനുസരിച്ച് എരിവ് ഉപയോഗിക്കുക എല്ലാവരും. ഞാനിപ്പോൾ വെള്ളം നമ്മൾ മുമ്പേ ഇത് കണ്ടോ, ഇത് ഒന്ന് വൃത്തിയായി കിട്ടുകയും ചെയ്യും. ആ മത്തി അരപ്പം ഒന്ന് വേവാനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ മത്തിക്കകത്തും പീരയ്ക്കകത്തും എല്ലാത്തിലും ലേശം വെള്ളമുണ്ട്. ദേ തട്ടി ഇങ്ങനെ പൊത്തി അങ്ങ് വെച്ചു. ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത്. ഞാൻ അടയ്ക്കണേ ഇങ്ങനെയൊക്കെ വെക്കും. എനിക്ക് ആ തവിയെല്ലാം ഇങ്ങനെ എല്ലാം താഴോട്ട് വരണം. അപ്പോൾ തട്ടി പൊത്തി വെച്ചു. വെച്ചിട്ട് ഇനി എന്നാ ചെയ്യുന്നേ? ഇനിയാണ് നമ്മൾ സ്റ്റവ് കത്തിക്കാൻ പോകുന്നത്. സ്റ്റവ് കത്തിച്ചു വെച്ചു. നമ്മളെ മൂടി വെക്കുക. മൂടി വെച്ചു. ഒരു കുറഞ്ഞ തീ ആളിച്ച് വേവിക്കണ്ട. അത് അവിടെ ഇരുന്നങ്ങ് പറ്റി അങ്ങോട്ട് വരും. സാധാരണ നമ്മൾ മത്തി കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത്രയും ചെയ്തു വന്നതാ. ഇത്രയും വിവരങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ വേർത്തു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിലും വലിയ ജോലി ചെയ്താൽ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. എന്തുമായിരിക്കും എന്ന് നോക്കട്ടെ. എന്ത് പറയട്ടെ ബാക്കിയേ. ശിശുവിൻ്റെ കാര്യം അതിനിടയ്ക്ക് അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മത്തി നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് മത്തി കഴിക്കണം. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ചില ടിപ്പാണ് ഇതൊക്കെ. ടിപ്സാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് ഈ ചാള എന്ന് പറയുന്നത്. എല്ലാവരും പറയും, ചില ആൾക്കാർ എന്താ കാര്യം വെച്ചാൽ ചാളയോ ചാള ഞങ്ങൾ കൂട്ടത്തില്ല, ഞങ്ങൾ വല്ല ആവോലിയോ കരിമീനോ എന്നൊക്കെ. അതിനൊന്നും വലിയ ഗുണവും മീനാണെങ്കിൽ മീനാണെന്ന് പറഞ്ഞ് കൂട്ടാം. പക്ഷേ ഏറ്റവും നമുക്ക് പിള്ളേരുകൾക്ക് കൊടുക്കാവുന്ന കണ്ണടച്ച് കൊടുക്കാവുന്നൊരു സാധനമാണ് ഈ മത്തി എന്ന് പറയുന്ന ഐറ്റം ഫിഷ്. അയലയും നല്ലതാണ്. ചിലർക്ക് പിന്നെ അയല വയറ്റി പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മൾ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല മണമൊക്കെ വന്നു തുടങ്ങി മത്തിപ്പീരയുടെ. അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. തീ ഒന്ന് സിമ്മാക്കി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ സിമ്മാക്കി കിടക്കട്ടെ. ഈ കറി വെച്ച് മീൻപീര വരച്ചപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഈ നമുക്ക് ചില സിനിമകളിൽ ഈ അടുക്കള സീനൊക്കെ കിട്ടും അഭിനയിക്കാൻ. അപ്പം ഞാൻ ഈ മയിലാട്ടെന്ന് പറഞ്ഞ പടം നിങ്ങൾ എപ്പോഴും ടി വിയിൽ വരുന്ന പടമാണ്. അതിനകത്ത് ഞങ്ങൾ പച്ചക്കറികൾ പെണ്ണുങ്ങളെ അരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല, എൻ്റെ ഭർത്താവായിട്ട് പടത്തിൽ ജഗദീഷ് ശ്രീകുമാരൻ അമ്പിളിച്ചേട്ടൻ ഓട് പൊളിച്ചുകൊണ്ട് വന്ന് ആ മേശപ്പുറത്ത് വന്ന് വീഴുന്നൊരു സീക്വൻസ് ഉണ്ട്. പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറി വാങ്ങിച്ചിട്ടിരിക്കുക. അത് നല്ല പച്ചക്കറി, സിനിമയ്ക്ക് വേണ്ടി എല്ലാം കണ്ട ചീത്ത പച്ചക്കറി അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പർ പച്ചക്കറി വാങ്ങിച്ച് ഞങ്ങൾ 5-6 പേരുമുണ്ട്. ആ തോട് തകർത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന പച്ചക്കറിക്കകത്തോട്ട് വന്ന് വീഴുന്ന. കാരണം ഊഞ്ഞാലാടുന്ന പിള്ളേരെ മാറിയിട്ട് അമ്പിളിച്ചേട്ടൻ ഊഞ്ഞാലാടി ആ ഓടുമ്പുറത്ത് വന്ന് വീണ് ആ ഓടും പൊട്ടി കിച്ചണിൽ വന്ന് വീഴുന്ന രംഗമാണ്. അപ്പോൾ ഞാൻ ഫയർ ചെയ്യുന്നതാണ്, കറിക്ക് വെച്ചത് പച്ചക്കറിയൊക്കെ അത് മോശമാക്കി കളഞ്ഞില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്പിളിച്ചേട്ടനോട് എടുക്കുന്ന സീക്വൻസ്. നിങ്ങൾ ചിലപ്പോൾ ഇനി ആരെങ്കിലും ആ സീൻ കണ്ടില്ലെങ്കിൽ ഇനി ആ മയിലേട്ടൻ എന്ന് പറഞ്ഞ പടം വരുമ്പം നിങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനൊരു സീൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉള്ളതാണോന്ന് അറിയണ്ടേ? അല്ല ഇങ്ങനെ ചുമ്മാ ഒന്ന് കഥ പറഞ്ഞിട്ട് പോകുന്നതാണോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതുകൊണ്ടായി പറയുന്നത്, ആ സീക്വൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഈ സീനുണ്ടോ? അയ്യോ നേരാണല്ലോ, ഈ സീനാണല്ലോ മനോജ് ചേച്ചി അന്ന് പറഞ്ഞ സീന്, അത് കറക്റ്റാണല്ലോ എന്ന് നിങ്ങൾ പറയും. അപ്പോൾ അതിനകത്ത് പിന്നെ എന്ത് ചെയ്യണോ, പിന്നെ കുറേ പച്ചക്കറി അവിടെ ഒരുപാട് മിച്ചം കിടന്നു. അപ്പോൾ അതെല്ലാം വീണ്ടും ഞങ്ങളെടുത്തിട്ട് കുറച്ച് ആൾക്കാർ തോരൻ, അവിയൽ, സാമ്പാർ, മെഴുക്ക് പുരട്ടി, പലരും ഒരാളവിടെ ആ അടുക്കളയ്ക്കകത്ത് 5-6 കുക്കിങ് നടക്കുക. പച്ചക്കറി ഒത്തിരി ഉണ്ടല്ലോ. ഒരാളവിടെ വന്നിട്ട് അച്ചിങ്ങ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നു, ഒരാളവിടെ വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നു, ഒരാളിവിടെ വന്നിട്ട് അവിയലുണ്ടാക്കുന്നു, ഒരാളിപ്പുറത്തുനിന്ന് തോരനുണ്ടാക്കുന്നു. അത് രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇന്നത്തെ പടങ്ങളിലൊന്നും നമുക്ക് കൂട്ടായ ഒരു എന്താ പറയുക കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമകളൊന്നും നമുക്കില്ലല്ലോ. ഇന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടോ എന്ന് ഞാനിപ്പോൾ വിചാരിക്കുക. അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു.
അപ്പോൾ ആ മയിലാട്ടം എനിക്ക് ഓർമ്മ വന്നു. വിഎമ്മിനുമാണ് ഡയറക്റ്റ് ചെയ്ത്. അമ്പിളിച്ചേട്ടൻ അസാധ്യമായിട്ട് അഭിനയിച്ച് തകർത്ത പടമാണ്. അമ്പിളിച്ചേട്ടൻ മാത്രമല്ല, ജയറാം ഡബിൾ റോളായിരുന്നു ചെയ്തേക്കുന്നത്. രംഭ നായിക. അത് ഒരുപാട് ഹിറ്റായ ഒരു നന്നായി ഹിറ്റായ ഒരു പടമായിരുന്നു മയിലാട്ടം. അപ്പം ഞാനിത് പറഞ്ഞ കഥ നിങ്ങൾ ഈ അടുക്കളയായിട്ട് ബന്ധപ്പെട്ട ഒരു സീക്വൻസാണ് അത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞ്. പക്ഷേ ഞങ്ങളെല്ലാം ആ സമയത്ത് സാമ്പാറും അവിയലും തോരനും എല്ലാം വെച്ച് രസകരമായിരുന്നു അന്നത്തെ ആ സെറ്റിലെ ഊണും. ഒരു മിനിറ്റ് കേട്ടോ, നിലക്കി ഇരട്ടെ, ചിലപ്പോൾ ഇത് കരിഞ്ഞു പോയാലേ. സ്മെല്ല് ഞാനല്ലേ വെക്കുന്നേ, അറിയാതെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ വെക്കുന്ന കറികൾക്ക് ഞാനൊരു ഒന്നും പറയാത്ത ഒരാളാണ്. പക്ഷെ അറിയാതെ എൻ്റെ മൂക്കിലോട്ട് അടിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു പോയി. അത് നിങ്ങൾക്ക് തരാം കുറച്ച് മണം. അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോകും, അവിടെ പോ, പ്രഷർക്ക് പോകും, അങ്ങോട്ട് തന്നു. കിട്ടി, എനിക്കറിയാൻ കിട്ടിയെന്ന്. വെന്തു ഓൾറെഡി ഇച്ചിരി പറ്റാനുണ്ട്, കുറച്ച് പറ്റട്ടെ. ഇപ്പം ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. ഇപ്പുണ്ട്. പുളി നിങ്ങൾക്ക് ബാങ്ങായിട്ട് കുറവൊന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളപ്പോൾ കുറച്ച് കുടമ്പുള്ളിയോട് ചേർത്താൽ മതി. എരിവുണ്ട്, എൻ്റെ കറിയൊക്കെ ഇത്തിരി എരിവുണ്ട്. ഞാൻ ഇച്ചിരി എരിവിൻ്റെ ആളാണ്. ഞാനത് ചേർത്തേക്കുന്ന കാന്താരിയാണ്, ചില്ലറ മുളകൊന്നുമല്ല. വില്ലനാണ് ചേർത്തേക്കുന്നത്, കാന്താരി വില്ലൻ. പക്ഷെ കൊളസ്ട്രോൾ നല്ലതാണ്. കാന്താരി കൊളസ്ട്രോൾ നല്ലതാണ്, ബി പിക്ക് നല്ലതാണ്, അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ വെക്കുന്നത് എന്താ, ചാള. സൂപ്പർ സാധനമല്ലേ, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇച്ചിരി ഔഷധ ഗുണമായ മത്തിപ്പീര. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയും. അത് തന്നെയല്ലേ നമ്മൾ ഇട്ടേക്കുന്നത് വരപ്പൊന്നൂസ് റിയൽ ടേസ്റ്റ്. നമ്മൾ കറക്റ്റായ ടേസ്റ്റ് കാര്യമാണ് പറയുന്നത്. ഇത് കൃത്രിമത്വമൊന്നുമില്ല, എനിക്കിഷ്ടമേ അല്ല. കൃത്രിമമായിട്ട് ഒരു സാധനവും ഞാൻ കറികൾക്ക് ഉപയോഗിക്കാറേ ഇല്ല. നമ്മുടെ നാടൻ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കറികൾ വയ്ക്കാൻ എനിക്കിഷ്ടം. പിന്നെ വെക്കും നമ്മൾ ചൈനീസ്, അത് തന്നെ ഞാൻ പറയും. അപ്പം ഇന്നുണ്ടാക്കുന്ന നാടനല്ല, ഞാൻ ചൈനീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനിന്ന് ഐറിഷ് ഫുഡാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഫുഡ്, അങ്ങനെ പറയും. അപ്പം അതിൻ്റെ ചേരുവകളൊക്കെ മാറിപ്പോവും. ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ തനി നാടൻ, നമ്മുടെ മലയാളി തനിമയുള്ള കറിയാണ് വയ്ക്കുന്നത് മത്തിപ്പീര. നമുക്ക് ആയതൊന്നും നമുക്ക് ജസ്റ്റ് നോക്കാം. കുറച്ച് വില കൊണ്ടുള്ള പറ്റാൻ. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പുളി ഉണ്ടോ ആദ്യം നോക്കിക്കോട്ടെ. എനിക്ക് മീനൊക്കെ നല്ല പുളി വേണം കേട്ടാ. എൻ്റെ കണക്കിന് ഇച്ചിരി പുളിയുടെ വേണം. അപ്പോൾ ഞാൻ അടിക്കാൻ പറയാം, 2 കുടംപുളി ഇറക്കാൻ പോവാം. കുടംപുളി മാത്രം ഇട്ടും വയ്ക്കാം, മാങ്ങ മാത്രം ഇട്ട് വയ്ക്കാം. ഞാൻ 2 കുടംപുളി കൂടി ചേർത്ത് കേട്ടോ. പുളി വേണ്ടവർക്ക്, ചിലർക്ക് മീൻ കുറച്ച് പുളി മതി എന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി മീൻകറിക്ക് ഇച്ചിരി പുളി വേണം. ഇച്ചിരി പറ്റാനുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് ചോറില്ലേ, ഈ വണ്ണം വെച്ചിരിക്കുന്ന ഞാനാണ് നിങ്ങളുടെ അടുത്ത് ചോറ് കഴിച്ചോളാൻ പറയുന്നത്. അസുഖമുള്ളത് കൊളക്കാക്കി ചപ്പാത്തി കഴിക്കാനും നല്ലതാണ്. അതുപോലെ ചോറിനാണ് ഏറ്റവും ബെറ്റർ മത്തിപ്പീര കൂട്ടി. എനിക്ക് പിന്നെ ഈ മീനുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട, ഞാൻ ഉള്ളി ആ മീൻ മാത്രം കൂട്ടി കഴിക്കും ഞാൻ ചോറ് കഴിക്കാൻ. പിന്നെ പിള്ളേരുള്ള കാലത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ച് വെച്ചോ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എരിവ് താങ്ങത്തില്ലല്ലോ. വലിയവർക്കാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി പുളിയും കൂടി ഇട്ടാൽ പുളി ഒന്നും വരുമ്പോഴത്തേക്ക് നല്ല ഇത് കിട്ടും. നമുക്കൊന്ന് ആ പാത്രത്തിൽ വിളമ്പി വെച്ച്, ഈ മഞ്ഞ കളറിന് വിളമ്പി വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വിഭവം നമുക്കിപ്പോൾ ഒരു എന്താ പറയണേ, മീൻ കറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറികൾ, ചുവന്ന കറികൾ ഉണ്ടെങ്കിൽ ആ കൂടെ ഒരു മഞ്ഞക്കറി, നല്ലൊരു ഡിഷ് കാണാനും നല്ല ചന്തമുണ്ട്. ചിലർ ഇതിനകത്ത് ചുമന്ന മുളക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ ചില്ലി ചുമന്ന മുളക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും എവിടെയെങ്കിലും കാന്താരി കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് കാന്താരി ഇട്ട് വെച്ച് മത്തിപ്പീര. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ പിന്നെ ജീവിത സൗകര്യങ്ങൾ കൂടിയപ്പോൾ പിന്നെ മിക്സിക്കകത്തിട്ട് തേങ്ങയിട്ട് ഒന്ന് തിരിച്ചു കഴിയുമ്പോഴേ പീരയായി. മത്തി ഒരുപാട് വിഭവമുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പം മത്തി ഒരു വിഭവം ഞാൻ കാണിക്കുന്നത്. മത്തി കൊണ്ട് നമുക്ക് കുറേ നല്ല നല്ല വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ നമുക്ക് ചെയ്യാം. മത്തിയാണെന്നാലും ഡിഫറെൻറ്റ് കറികൾ നമുക്ക് ചെയ്യാം. ഏകദേശമൊക്കെ ഇതേ പറ്റി വരുന്നുണ്ട്.
നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മൂക്കിലോട്ട്. നല്ല വെളുത്തുള്ളിയുടെയും ആ കാന്താരിയുടെയും. ഇതിനകത്തൊരു ചെറിയ ഒരു സൂത്രം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. എരിവ് നമുക്ക് എരിവ് വെച്ച് കാന്താരി ഞാൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ കൂട്ടി നോക്കിയില്ലേ, നോക്കട്ടെ. ആ നല്ല എരിവ് വെള്ളം കൂടി കേട്ടോ. എരിവുണ്ട്. അപ്പം നമ്മളെ ലേശം വെളിച്ചെണ്ണ ഒഴിക്കും ഞാൻ. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. കാന്താരി അങ്ങനെ വില്ലനായി ശരിയാവില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് വില്ലൻ കുറയ്ക്കാം. അതിൻ്റെ വില്ലനെ കൊണ്ടു ഇച്ചിരി വെളിച്ചെണ്ണ. രോഗങ്ങളൊക്കെ ഉള്ളവർ അതനുസരിച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എരിവൊക്കെ ഇരുന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, നമ്മൾ രോഗങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാ സാധനവും ഉപയോഗിക്കുക. എരിവായാലും ചിലർക്ക് എരിവ് പറ്റത്തില്ല, ചിലർക്ക് വെളിച്ചെണ്ണ പറ്റത്തില്ല, കൊളസ്ട്രോളൊക്കെയാണെങ്കിൽ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രോഗങ്ങൾക്കനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യുക. അങ്ങനെ മത്തിപ്പീര ഏകദേശം റെഡിയായി. ഇത് ഇതിങ്ങനെ ഞാൻ വെച്ചു. പൊന്നമ്മ ചേച്ചി ചട്ടിക്കരച്ച് മത്തി പീരയെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് എടുത്തിങ്ങനെ വെച്ചതൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴേ തെറ്റിപ്പോയി. നിങ്ങൾ മാനത്ത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടു. ചിലപ്പോഴൊക്കെ എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും എല്ലാ കാര്യവും അറിയാതെ പറഞ്ഞു. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് തെറ്റും. ഒരാൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാൽ, പൊന്നമ്മ ചേച്ചി ചന്ദനക്കൂടത്തിന് എന്തിനാ പൊട്ട്? ഞാൻ ചന്ദനക്കൂടം അല്ല, പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട് അങ്ങനെ പറയുന്നത്. ഓ നേരാണല്ലോ, അങ്ങനെയല്ല, ചന്ദനക്കൂടത്തിന് ആരുമില്ല പൊട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ. ഞാൻ എന്താ നിങ്ങളോട് ആദ്യം തെറ്റ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴേ ഞാൻ മാനത്ത് കണ്ടെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ മാനത്ത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടു. അങ്ങനെ പൊന്നൂസ് റിയൽ ടേസ്റ്റ് റെഡിയായി. അങ്ങനെ ഇതേ ഞാൻ എടുത്തു വെക്കുന്നു. കണ്ടാ ഇതാണ്. അധിക സമയം നമ്മൾ എടുത്തോ ഈ കറി വെക്കാൻ? എടുത്തോ? ഇതാ വേണ്ട. ഇനിയിപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം അല്ലേ? ഇത് ഇതാണ് മത്തിപ്പീര. ഇത്രേ ഉള്ളൂ. കണ്ട കാണാൻ നല്ല ഭംഗി, നല്ല കളറൊക്കെ ഉണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്, നല്ല മണം. എനിക്കാണ് കൊതി വന്നിട്ട് പോയി സത്യം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടാ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ ഈ മത്തിപ്പീര, മത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പൊള്ളുവേ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ചെയ്തിട്ട് വാവ് ഞാൻ പറയില്ല. നിങ്ങളെ പറയണ്ട കഴിച്ചിട്ട് മനു ചേച്ചി സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതും ഒരു മിനിറ്റ് കേട്ടോ, മത്തി കൂട്ടിയപ്പോഴേ വേർത്തുന്നേ. അപ്പോഴേ എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങളിത് വെച്ചിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇനി കുഴപ്പമുണ്ടെങ്കിലും പറയണം. അല്ലാതെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞ് ശരിയായിട്ടില്ല കേട്ടോ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം എൻ്റെ മുഖത്ത് നോക്കി പറയാം. അതാണ് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായി നമുക്ക് കാണാം. ബൈ.